എങ്ങനെ സിനിമ വർഷങ്ങൾക്ക് ശേഷം വരുന്നത്? 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത ഹാപ്പി എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ ഇത്രയും വിജയം വരാൻ എന്ത് ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി വൺ സക്സസ് ആക്കി തന്ന മലയാളി ഫാൻസിനും മലയാള പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. സർവോപരി ഗേൾസ് കേരളത്തിലെ എന്താ പറയുന്നത്, ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. ഗേൾസ് സിനിമ തിയേറ്ററിനുള്ളിൽ ഇത്രയും ആടിപ്പാടി എൻജോയ് ചെയ്തത് മറ്റൊരു സിനിമയ്ക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. സോ പ്രൗഡ് ഓഫ് ദാറ്റ്. തീർച്ചയായിട്ടും അടുത്ത പടം ഹാപ്പി ഡേയ്സ് ഉണ്ട്, ആര്യ ഉണ്ട്, കൃഷ്ണയുണ്ട്. എല്ലാം ഇതിലേതാ റിലീസ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഹാപ്പി ഡേയ്സ് ആയിരിക്കും എർലി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വേറെ ആര്യയോ കൃഷ്ണയോ വരും. ആ ഒരു ചില ഇപ്പോൾ ഒരു പ്രവൃത്തിക്ക് അപ്രിഷിയേഷൻ വരുന്നത് അത് എങ്ങനെ വരണമെന്ന് പറയണമെന്ന് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അത് മേ ബി ബൈ ബോൺ, ബൈ ബർത്ത്. ആ ഒരു ബർത്ത് പോലെ ചില സിനിമകൾ ഇത്രയും നിലവാരമുള്ള സിനിമ അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തപ്പോൾ അതിനെ പിന്നീടും ആ ഒരു യൂത്തിൻ്റെ ഈ ചോയ്സിൽ നിൽക്കുന്നു പടം. ഇപ്പം അതിൻ്റെ ഒരു പ്രത്യേകതകൾ ഒത്തിരി ഉള്ളതിൻ്റെ പേരിലാണ് ഇത്രയും സക്സസ് വന്നത്. എൻജോയ് ചെയ്യുന്നു, അതെല്ലാ രീതിയിലും മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തു. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി വർഷങ്ങൾ, ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഹാപ്പി വീണ്ടും ഇപ്പോൾ റിലീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റെടുത്തു. അന്നത്തെ തലമുറയും ഇന്നത്തെ ജെൻസി തലമുറയും എല്ലാം വളരെ സന്തോഷപൂർവ്വമാണ് ഈ പടം വരവേറ്റത്. അപ്പോൾ അതിൻ്റെ അകത്ത് അക്കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പാട്ടുകളാണെങ്കിൽ എല്ലാവരും ഞാൻ എഴുതിയ പാട്ടുകളും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സന്തോഷം. അത് തീർച്ചയായിട്ടും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരു റിലീസ് എന്ന് പറയുമ്പോൾ പാട്ടുകളാണെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ ഇത് ഹാപ്പിയിൽ അഴകയും എന്നുള്ള പാട്ടും അതുപോലെ ചിരിച്ചു കൊഞ്ചെന്ന വണ്ടേ ഇങ്ങനെ ഒരു 6 പാട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പാട്ടുകൾ വീണ്ടും ട്രെൻഡ് ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.